ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വസുദേവർ മനസ്സെല്ലാ മനസ്സോടെ ആണെന്നുണ്ടെങ്കിലും ഈ ഭഗവാനെ ആ ഗോകുലത്തിൽ ചെന്ന് കിടത്തിയിട്ട് അവിടെ ജനിച്ചിട്ടുള്ള യോഗമായ ദേവിയെ തിരിച്ച് ആ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനുശേഷം പൂന്താനത്തിൻ്റെ കർണാമൃതത്തിൽ അടുത്ത ശ്ലോകം പറയുന്നത് ഒരച്ഛനായിട്ടുള്ള വസുദേവർ ചെയ്തത് പറഞ്ഞു ആദ്യത്തെ ആ ശ്ലോകത്തിൽ. ശേഷം അടുത്ത അച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ അച്ഛൻ, വളർത്തച്ഛൻ എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ള നന്ദഗോപര് ചെയ്തതാണ് പിന്നെ പറയുന്നത്. അപ്പോൾ തിരിച്ച് വസുദേവർ വന്നിട്ട് ആ മധുരയിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ എന്തിനാണ് വസുദേവര് ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടേ കിടത്തിയത്, ആരെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരെ വന്ന് ഈ ഉണ്ണിക്ക് അപകടമാവും എന്നുള്ള ഒരു ധാരണയിലാണ് എന്നൊന്നും പൂന്താനം പറയുന്നത് നമ്മൾ കാണില്ല. അദ്ദേഹത്തിൻ്റെ ലെൻസ് ആ കൃഷ്ണന്റെ നേരെ മാത്രമാണെന്ന് കാണിക്കുകയാണ്. ഇവിടെ മധുരയിൽ പിന്നെ നടക്കുന്ന കാര്യമൊന്നും പൂന്താനം ആ സമയത്ത് പറയണില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇപ്പം തന്നെ ആ മനസ്സ് അങ്ങനെയാണ്, കൃഷ്ണന്റെ നേർക്ക് മാത്രമാണ്. അപ്പോൾ ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഇവിടെയും പറഞ്ഞു പോണത്. കാരണം കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അല്ലേ. കംസന്റെ കഥയായാലും പിന്നീട് മധുരയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതും എന്തുകൊണ്ടാണ് ആ കാരാഗ്രഹത്തിൽ ഭഗവാൻ വന്ന് പിറക്കാൻ കാരണം എന്നൊക്കെ ഈ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ പൂന്താനം പഠിപ്പിച്ചു തന്നതുപോലെ അല്ലേ, പൂന്താനം എന്നുള്ള ഭക്ത ഗുരുനാഥൻ പഠിപ്പിച്ചു തന്നതുപോലെ നമുക്കും അതെ, നമ്മുടെ ലെൻസ് ആ കൃഷ്ണന്റെ നേരെ മാത്രം വയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അപ്പോൾ നമ്മളൊക്കെ ആനന്ദം ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ള കഥകളൊക്കെ നമുക്ക് അറിയണ കഥകളാണെന്നുണ്ടെങ്കിലും ഈ കഥ അറിയുന്നുണ്ടെങ്കിലും ഇത് പിന്നെയും കേൾക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണന്റെ കഥയായത് കാരണം നമുക്കതിനോട് കൂടുതൽ ഒരു സ്നേഹവും ഒരു കൗതുകവും തോന്നുകയാണ്. അപ്പോൾ നമുക്കും അതെ ആ കൃഷ്ണന്റെ നേരെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, അറ്റം കൂടാതെ കൗതൂഹല പരവശനായി നന്ദഗോപൻ തദാനീം ഏറ്റം ദാനങ്ങളും ചെയ്തുടനതിമഹിതം ജാതകർമ്മം കഴിച്ചാൻ ചുറ്റിഖണ്ഡിച്ച പൊക്കിൽ കൊടി തിരുവുതരത്താണ്ടു ഭംഗ്യാ കിടന്നോരിറ്റില്ലത്തുണ്ണിയെ കണ്ടവരവരമൃതാനന്ദമാറാടിനാർ പോൽ. പ്രത്യേകം പറയണ്ട, നന്ദഗോപുര് അങ്ങനെ ആ ജാതകർമ്മം മുതലായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഈ ഉണ്ണിക്കായും കൊണ്ട് കഴിച്ചു. അവിടെ ഭഗവാൻ ജനിച്ചതിൻ്റെ ആ ഉത്സവം, ആ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭഗവാനാണെങ്കിലോ അവിടെ ആ ഓമനത്തുള്ള ആ ഒരു ഉണ്ണികൃഷ്ണനെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. എത്ര ആൾക്കാരാ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് വരുന്നവര് എത്ര കണ്ടിട്ടും മതിയാവണില്ല. എല്ലാവർക്കും കണ്ണിന് ആ അമൃതവർഷം പെയ്തും കൊണ്ട് ഭഗവാൻ അവിടെ അങ്ങനെ ചിരിച്ച് കളിച്ചും കൊണ്ട് കിടക്കണമെന്നാ നമുക്കിത് വേഗം മനസ്സിലാവും. ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ അങ്ങനെയല്ലേ, എത്ര കണ്ടാലും മതിയാവില്ല. അരനിമിഷത്തിനാണ് ഒന്ന് കാണാൻ കിട്ടുകയെന്നുണ്ടെങ്കിലും പിന്നെയും നമ്മൾ ആ വരിയിൽ പോയി നിന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്നത് എന്തിനാ, ഭഗവാനെ ഒന്നും കൂടി ഒന്ന് കാണാൻ അല്ലേ, ആസ്വദിച്ച് മതിയായില്ല. അപ്പോൾ നേരിട്ട് അനുഭവിച്ച ആ ഗോപിഗോപന്മാരുടെ ഭാഗ്യം ചിന്തിച്ചു നോക്കൂ. അതാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ.